ആ ആ നീ ഏതെടുത്ത കോവിഷീൽഡ്? ഞാൻ കോവിഷീൽഡാണല്ലോ എടുത്തത്. അതെയോ? ഞാൻ 3 ഡോസ് എടുത്താ. അല്ല, ഞാൻ എടുത്തത് 2 എണ്ണം ബൂസ്റ്റർ ഡോസ്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞാണ് വേറൊരു വഴി കൂടി അവിടെ വ്യൂ പോയിന്റ് പോയി. അത് ബൈക്ക് ഇതേപോലെ സ്ഥലങ്ങൾ കയറി പോയിട്ട് 2 പേരെ വണ്ടിയൊക്കെ മറിയുകയൊക്കെ ചെയ്തു. എന്നിപ്പോയി ഞാനും നേരത്തെ എൻ്റെ സ്കൂട്ടറിലായിരുന്നു. ഓഫ് റോഡ് ഓടിച്ചൊന്ന് എക്സ്പെർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. വണ്ടി അത്യാവശ്യം നല്ല ടയറായിരിക്കണം, ട്രിപ്പിൾ ടയറായിരിക്കണം, നല്ല ബ്രേക്കിംഗ് ആയിരിക്കണം. പിന്നെ ഇതിന് കുറച്ച് ടെക്നിക്ക് ഉണ്ട്, അത് പഠിക്കണം ഓഫ് റോഡ് ഓടിക്കാൻ. ബോഡി വെയിറ്റ് ഫ്രണ്ടിലാണ്, ബാക്കിലാണെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ. ആ ഇഷ്ടംപോലെ ഓടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പോകുന്ന വഴിയില്ലേ, അതും കുറച്ച് ഓഫ് റോഡാണ്. കുറച്ച് ഓഫ് റോഡ് ഇങ്ങനെ കയറ്റമല്ല, പൊളിഞ്ഞു കിടക്കുന്ന റോഡിൽ കൂടി വരണം. കുറച്ച് റോഡിന് കൂടി ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകിയൊക്കെ പോകുന്നതൊക്കെ ഉണ്ട്, ചില കുഴിയൊക്കെ ഉണ്ട്. അതൊക്കെ അത്രയൊക്കെ ഉണ്ട്. അതെ അതെ. ഇപ്പം 2 പേരെ വന്നേക്കുന്നെങ്കിൽ പക്ഷേ കയറണം ഉറപ്പായിട്ടും. മലയുടെ മുകളിലോ വ്യൂ ആണല്ലോ വേണ്ടേ. പാറയുണ്ടെന്നാ പറഞ്ഞേ, പാറയുള്ള വ്യൂ നോക്കട്ടെ. അതല്ല അപ്പോഴും അവിടെ പാറയില്ലല്ലോ, പാറയുള്ള വ്യൂ ഇതിനുള്ള എന്തോ കുളമാടാവിൻ്റെ വെള്ളം കിടക്കണേ. ഇത് കണ്ടില്ലേ, അവിടെ കണ്ടില്ലേ, അങ്ങോട്ട് നോക്കിയേ. അതെ അതെ, ഇതല്ലേ ഇവിടെ മൊത്തം റിസോർട്ടുകളാന്ന് പറഞ്ഞേ. സ്ഥലം അത് ഇവിടുത്തെ ഡാമിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം കിടക്കണം. ആ വെള്ളം അവിടെ കിടക്കണം. ഇത് ഗ്രാമം എന്തോരം മലകൾക്ക് അപ്പുറമായിരിക്കും. പാറപ്പുറം
കാണാം. അത് ഒരു പാറപ്പുറമുണ്ട്, പാറപ്പുറം നല്ല വ്യൂ ആണ് പറയുന്നത്. അങ്ങോട്ടുള്ള വഴി അറിയാവോ? ആ ആ ആ അവിടുന്ന് കയറി വന്ന വഴിയാ, മനസ്സിലായി. ഇവിടെ വേറെ വ്യൂ പോയിന്റ് ഇല്ല, അതെവിടെയെന്ന് അറിയോ? ഈ മേളിൽ കാണുന്നത്. ആ ശരി. ഇത് മറ്റേ പൗലിൽ നിന്ന് വരുന്ന വഴി. നമ്മൾ പറഞ്ഞില്ല പൗലിനോട് കെട്ടിടമുണ്ട്, അവിടെ നിന്ന് വരുന്ന വഴി. നാടൻ പൊളിഞ്ഞു കേട്ടോ, നാടൻ പൊളിഞ്ഞു. 10% ചാർജും കൂടെ ഉള്ളൂ. അച്ചമ്പലയിലൊന്നും എത്തിക്കടാ. എന്തിനാണ് ഇത് പറയുന്ന മലയാളത്തിൽ ഇട്ടുണ്ടല്ലോ. മലയാളത്തിൽ ബന്ധമുണ്ടായിട്ട് കാര്യമില്ല. സൂസൈഡ് പോയിന്റ്